നിന്നെക്കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, നീയൊക്കെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഒരു കുഞ്ഞിനോട് സ്വന്തം മാതാപിതാക്കൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ മാനസിക വ്യഥ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച കാർലോ അക്കൂത്തിസിനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പിയർ ജോർജോ ഫ്രസാത്തിയെക്കുറിച്ചാണ്. മല കയറാൻ ഇഷ്ടപ്പെടുന്ന, മഞ്ഞുകാലത്ത് സ്കീയിങ് നടത്താൻ ഇഷ്ടപ്പെടുന്ന, കൂട്ടുകാരോടൊത്ത് ട്രിപ്പുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന, കളിതമാശകൾ പറയുന്ന, രാഷ്ട്രീയം വളരെ ചൂടോടുകൂടെ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പിയർ ജോർജോ ഫ്രസാത്തി. 1901 ഇറ്റലിയിലെ ടൂറിനിൽ ഏപ്രിൽ 6 ജോർജോ ഫ്രസാത്തി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ സമ്പന്നരായിരുന്നു. എങ്കിൽ പോലും ഇദ്ദേഹം ഈ സമ്പത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയല്ല ചെയ്തത്. അദ്ദേഹം തൻ്റെ സമ്പത്തും ഒക്കെ പാവങ്ങൾക്ക്, ആരുമില്ലാത്തവർക്ക് നൽകാനാണ് പരിശ്രമിച്ചത്. 24 വയസ്സുവരെയേ ജീവിച്ചുള്ളൂ. ഒരു മാരകമായ സന്ധിവാതം വന്ന് 24ാമത്തെ വയസ്സിൽ ഈ യുവാവ് മരിക്കുകയാണ്. ദിവികാരുണ്യത്തോട് വിശിഷ്ടമായ സ്നേഹം ജോർജോ ഫ്രസാത്തിക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കൊന്ത ചെല്ലുന്നതിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ആ കൊച്ചു കുഞ്ഞ് കൊന്ത പിടിച്ചാണ് പലപ്പോഴും രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. ഇറ്റലിയിലെ അംബാസഡറായിരുന്ന ഈ ജോർജോയുടെ പിതാവ് ഒരിക്കൽ ഇവൻ കൊന്ത ചെല്ലുന്നത് കണ്ടിട്ട് ഒരു മോൺസിഞ്ഞോറിനോട് പറഞ്ഞു, ഇടവക വൈദികനോട് പറഞ്ഞു, ഈ കൊച്ച് എന്നും കൊന്ത ചൊല്ലിയാണ് കിടന്നുറങ്ങുന്നത്. അവൻ ഒരുപാട് ആത്മീയ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഇടവക വൈദികൻ ഈ പിതാവിനോട് പറഞ്ഞു, അതല്ലാതെ അവൻ വല്ല ചീത്ത പുസ്തകങ്ങളും വായിച്ച് കിടന്നുറങ്ങുന്നതാണോ നിനക്കിഷ്ടം? അപ്പോൾ തൻ്റെ തെറ്റ് ഈ പിതാവ് മനസ്സിലാക്കി. ഒരിക്കലും ഒരു സന്തുഷ്ടമായ കുടുംബജീവിതം അല്ല പിയർ ജോർജോ ഫ്രസാത്തിയുടെ മാതാപിതാക്കൾ നയിച്ചിരുന്നത്. അവർ തമ്മിൽ എന്നും വഴക്ക് തന്നെയായിരുന്നു. പിയർ ജോർജോ ഫ്രസാത്തി ചെയ്ത നന്മകളെല്ലാം അവൻ്റെ ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. 24ാമത്തെ വയസ്സിൽ ആ യുവാവ് മരിക്കുന്നതുവരെ അവനിലുള്ള വിശുദ്ധി ആരും അറിഞ്ഞിരുന്നില്ല. അത്രയേറെ സ്വാഭാവികതയോടുകൂടെയാണ് പിയർ ജോർജോ ജീവിച്ചിരുന്നത്. പിയർ ജോർജോയെക്കാളും 1.5 വയസ്സ് താഴെയുള്ള ലൂസിയാന എന്ന സഹോദരിയോട് ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഒരു വിശുദ്ധനോടൊത്തുള്ള ജീവിതം എങ്ങനെയായിരുന്നു? അപ്പോൾ ആ സഹോദരി പറഞ്ഞത്, അവനൊരു വിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അവൻ്റെ മരണത്തിന് ശേഷമാണ് പിയർ ജോർജോ ഒരു വിശുദ്ധനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലാണ് പിയർ ജോർജോ ജനിച്ചത്. അവന് വേണമെങ്കിൽ സമ്പത്തിൻ്റെ വഴിയെ പോകാമായിരുന്നു. പക്ഷേ തനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഇറ്റലിയിലെ പാവപ്പെട്ടവർക്കും തൻ്റെ അയൽവക്കക്കാർക്കും ദരിദ്രർക്കും ഒക്കെ ദാനം ചെയ്യാൻ അവൻ സന്മനസ്സ് കാണിച്ചിരുന്നു. ബെർലിനിലെ എംബസിയിൽ പിയർ ജോർജോയുടെ പിതാവ് അംബാസഡറായി ജോലി ചെയ്യുമ്പോൾ ആ വലിയ ഭക്ഷണമേശയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ എടുത്ത് ഈ കൊച്ചു ജോർജോ ബെർലിനിലുള്ള പാവപ്പെട്ടവരുടെ അടുത്തേക്ക് ഓടുമായിരുന്നു, അവരുടെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി. പിയർ ജോർജോ സ്കൂളിലേക്ക് പോകുമ്പോൾ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോയി ദിവികാരുണ്യനാഥനോടൊത്ത് ചെലവഴിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ ദിവികാരുണ്യനാഥനിൽ നിന്നാണ് പിയർ ജോർജോയ്ക്ക് ശക്തി ലഭിച്ചിരുന്നത്. പിയർ ജോർജോ ഇങ്ങനെ പറയുമായിരുന്നു, ദിവികാരുണ്യനാഥൻ എന്നെ ദിവികാരുണ്യത്തിൽ സന്ദർശിക്കുന്നു, ഞാൻ ഈശോയെ പാവപ്പെട്ടവരിൽ സന്ദർശിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മല കയറാനും മഞ്ഞുകാലത്ത് സ്കീയിങ് നടത്താനും കൂട്ടുകാരോടൊക്കെ ട്രിപ്പ് പോകാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു പിയർ ജോർജോ. പക്ഷേ ഞായറാഴ്ചയാണ് ഇതിന് പോകുന്നതെങ്കിൽ അവൻ കുർബാനയിൽ സംബന്ധിച്ചിട്ട് മാത്രമേ ഇങ്ങനത്തെ വിനോദയാത്രകൾക്ക് പോകുമായിരുന്നുള്ളൂ. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അവൻ തൻ്റെ ട്രിപ്പ് വേണ്ട എന്ന് വയ്ക്കും. അത്രയേറെ ദിവ്യകാരുണ്യത്തോട് സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു പിയർ ജോർജോ ഫ്രസാത്തി. വീട്ടിലെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ തൻ്റെ പ്രാർത്ഥനയും തൻ്റെ വിശ്വാസവും അവൻ എന്നും മുറുകെ പിടിച്ചു. ഒരിക്കൽ ലൂസിയാന എന്ന തൻ്റെ സഹോദരിക്ക് അവൻ എഴുതി, ഞാൻ സന്തോഷവാനാണോ എന്നല്ലേ നീ ചോദിച്ചത്? അതെ, ഉറപ്പായും ഞാൻ സന്തോഷവാനാണ്. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസ ജീവിതവും എന്നെ എന്നും സന്തോഷത്താൽ നിറയ്ക്കുന്നു. കോളേജിൽ പ്രവേശനം ലഭിക്കുന്നതിന് മുൻപ് പിയർ ജോർജോയ്ക്ക് നാഡീഞരമ്പുകളെ ബാധിക്കുന്ന ഒരു സന്ധിവാതം പിടിപെട്ടു.
അത് അവൻ ശുശ്രൂഷിച്ച ഒരു രോഗിയിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറയുന്നു. 1925 ജൂലൈ 4 രോഗം വളരെ മൂർച്ഛിച്ചാണ് പിയർ ജോർജോ ഫ്രസാത്തി മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് പോലും പിയർ ജോർജോയുടെ മാതാപിതാക്കൾ അവൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. മരണത്തിന് ശേഷം ആ ഭൗതിക ശരീരം ഒന്ന് കാണുന്നതിന് വേണ്ടി തൻ്റെ വീടിനടുത്തുള്ള ഒരുപാട് പാവപ്പെട്ടവർ ഓടിക്കൂടി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പിയർ ജോർജോയുടെ വിശുദ്ധിയെക്കുറിച്ച് ആ നാട്ടിലുള്ളവരും വീട്ടുകാരും അറിയുന്നത്. 1990 മെയ് 20 ജോർജോ ഫ്രസാത്തിയെ ജോൺ പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തി. ജോൺ പോൾ രണ്ടാമൻ ഈ ജോർജോ ഫ്രസാത്തിയുടെ ഒരു വലിയ ആരാധകനായിരുന്നു. 1981 മാർച്ച് 31 ഭൗതിക ശരീരം അവൻ്റെ കബറിടം തുറന്നപ്പോൾ അത് അഴുകാതെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ആ ശരീരം ടൂർണിലെ കത്തീഡ്രലിലേക്ക് മാറ്റി. പിയർ ജോർജോ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ ജീവിതം ക്രിസ്തീയമാകണമെങ്കിൽ അത് ത്യാഗോജലമായി മാറണം. വരാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ നിസ്സാരം തന്നെയാണ്. വളരെ ശാന്തമായി സ്വാഭാവികമായി ജീവിച്ച ഒരു യുവാവായിരുന്നു പിയർ ജോർജോ ഫ്രസാത്തി. ലയോ 14 മാർപ്പാപ്പ പിയർ ജോർജോ ഫ്രസാത്തിയെ അൾത്താര വണക്കത്തിനായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെ സ്വാഭാവികമായി ലളിതമായി പ്രാർത്ഥനയിലും വിശ്വാസത്തിലും പാവപ്പെട്ടവരോടുള്ള കരുണയിലും ക്രിസ്തീയ ജീവിതം കരുപിടിപ്പിക്കാനായി നമുക്ക് പരിശ്രമിക്കാം.